നമസ്കാരം. കേരളത്തിൽ വിവാദനായകനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് ADGP അജിത് കുമാർ. അദ്ദേഹത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നെങ്കിലും ആ ആരോപണങ്ങളെ എല്ലാം മറികടന്നുകൊണ്ട് അദ്ദേഹത്തെ പിന്താങ്ങാൻ കേരളത്തിലെ സർക്കാരും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും തയ്യാറായി. ഇത് ഇടതുപക്ഷ കേന്ദ്രങ്ങളെ യഥാർത്ഥത്തിൽ ഞെട്ടിച്ച സംഭവമാണ്. എന്തിനാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഇത്തരത്തിലുള്ള സപ്പോർട്ട് നൽകുന്നത് എന്ന് ആർക്കും തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം അദ്ദേഹത്തിനെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അദ്ദേഹം പോലീസ് സേനയിൽ RSS സ്വാധീനം ഉയർത്തുന്നതിനും അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നാണ്. സർക്കാരിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം പല പ്രമുഖരായിട്ടുള്ള RSS നേതാക്കളുമായിട്ട് സംഭാഷണം നടത്തുകയും ആ സംഭാഷണം എന്ന് പറയുന്നത് പൊളിറ്റിക്കലി രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തിന് വലിയ തരത്തിൽ ദോഷം ചെയ്തതുമാണ് എന്ന് ചരിത്രം നമ്മളുടെ മുന്നിൽ വ്യക്തമാക്കുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് എതിരെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം അദ്ദേഹം തൃശ്ശൂർ പൂരം കലക്കുന്നതിന് സഹായകരമായിട്ടുള്ള നടപടികളെടുത്തു എന്നുള്ളതാണ്. അങ്ങനെ നടപടികൾ എടുത്തതിൻ്റെ ഫലമായിട്ട് തൃശ്ശൂർ പൂരം കലങ്ങുകയും അവിടെ ഉണ്ടായ കലാപം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിനെതിരെ അതേപോലെ തന്നെ BJPക്ക് അനുകൂലമായിട്ടുള്ള ട്രെൻഡ് നിർമ്മിക്കുകയും അത് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ കലാശിക്കുകയും ചെയ്തു എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതിൻ്റെ അന്വേഷണങ്ങളെല്ലാം നടക്കുകയും അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ വരുന്നത് നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. പിന്നീട് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹം സ്വർണ്ണക്കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നതായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നതാണ്. മാത്രമല്ല ഇങ്ങനെ അദ്ദേഹം നേടിയ പണം കൊണ്ട് അനധികൃതമായി സമ്പാദിച്ച സമ്പാദ്യം കൊണ്ട് തിരുവനന്തപുരത്ത് വലിയ കൊട്ടാര സദൃശമായിട്ടുള്ള വീട് നിർമ്മിക്കുന്നു എന്നുള്ളതായിരുന്നു. ഇതോടൊപ്പം തന്നെ മറ്റ് പല മേഖലകളിലും മറ്റ് പല കാര്യങ്ങളിലും അദ്ദേഹം ഇടപെടുകയും അതൊക്കെ സർക്കാരിന് ദോഷമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ചീത്തപ്പേരുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ ഈ എല്ലാ ആരോപണങ്ങളെയും മറികടന്ന് അദ്ദേഹത്തിന് മുന്നോട്ട് നീങ്ങാനായിട്ട് കഴിഞ്ഞ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ സഹായം കൊണ്ട് മാത്രമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂർ പൂരം കലക്കിയത് സംബന്ധിച്ച വാർത്തകൾ അതിൻ്റെ അന്വേഷണ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നിരിക്കുന്നു. മുൻപ് ഉണ്ടായിരുന്ന DGP അതായത് പോലീസ് മേധാവി ദർവേഷ് സാഹിബ് നൽകിയ റിപ്പോർട്ടിൽ തൃശ്ശൂർ പൂരം കലക്കുന്നതിൽ നിരുത്തരവാദിത്തപരമായിട്ടുള്ള നടപടികളാണ് അജിത് കുമാറിൻ്റെ ഭാഗത്തുണ്ടായതെന്നും അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ടുള്ള നടപടിയെടുക്കണം എന്ന അന്വേഷണ റിപ്പോർട്ട് നൽകിയിട്ടാണ് അദ്ദേഹം പോയത്. അതിനുശേഷം ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ നൽകിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം അല്ല തെളിവ് എന്ന് പറയുന്നത് റവന്യൂ മന്ത്രി രാജൻ തൃശ്ശൂർ പൂരം കലക്കുന്നതിന് മുമ്പുണ്ടായ സംഭവവികാസങ്ങളിൽ ഇടപെടുകയും ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ കലുഷിതമായിട്ട് പ്രശ്നങ്ങൾ നീങ്ങാതിരിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ ശ്രദ്ധ ഉണ്ടാകണം എന്ന് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്താണ്. പക്ഷേ അദ്ദേഹം ബോധപൂർവം തന്നെ അത് മറികടക്കുകയും അവിടെ കലാപം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്തു എന്നതാണ് ഇപ്പോൾ ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. കാരണം പ്രശ്നങ്ങളുണ്ടായ സമയത്ത് രാജൻ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്, റവന്യൂ മന്ത്രി വിളിക്കുന്നുണ്ട്. അങ്ങനെ വിളിക്കുന്ന സമയത്ത് അജിത് കുമാർ ഫോൺ എടുക്കാനായിട്ട് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ കൃത്യമായിട്ട് ആസൂത്രിതമായിട്ട് പൂരം കലക്കൽ എന്ന് പറയുന്നതായിട്ടുള്ള പ്രക്രിയ നിർവഹിക്കപ്പെടുകയും അതിൻ്റെ നെടുനായകത്വം അജിത് കുമാറിനാണ് എന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തിരിക്കുക. ഇനി എന്താണ് സർക്കാർ ചെയ്യാൻ പോകുന്നത് എന്ന് എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇയാളെ ഇപ്പോഴും പിണറായി വിജയൻ ചുവന്നുകൊണ്ട് നടക്കുന്നുള്ള ചോദ്യമാണ് സമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. പക്ഷേ അതിനൊരു കൃത്യമായിട്ട് ഉത്തരമില്ലാതിരിക്കുന്ന സമയത്ത് തന്നെയാണ് മറ്റ് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വാർത്തകളായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, അദ്ദേഹം ഇതിനിടയിൽ ശബരിമലയിലേക്കൊരു യാത്ര നടത്തി. ആ യാത്ര നടത്തിയ ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ചാണ്. ട്രാക്ടർ അതിൽ പോകുന്നുണ്ട്, പോലീസ് കസ്റ്റഡിയിലുള്ള ഒരു ട്രാക്ടർ ശബരിമലയിലേക്ക് പോവുകയും താഴോട്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം ശബരിമലയിൽ സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അടുത്ത ദിവസം പോയപ്പോൾ ആ ട്രാക്ടറിൽ കയറിയാണ് പോയത്. ട്രാക്ടറിൽ ആരെയും കയറ്റാൻ പാടില്ല എന്ന് കർശനമായിട്ടുള്ള ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുന്ന സമയത്താണ് അതിനെ ലംഘിച്ചുകൊണ്ട് ഇതെല്ലാം സംരക്ഷിക്കേണ്ടതും ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഉദ്യോഗസ്ഥനായിട്ടുള്ള ADGP അതിൽ കയറി പോവുകയും അത് പരാതിയായിട്ട് ഹൈക്കോടതിയുടെ മുന്നിൽ എത്തുകയും ചെയ്തു. അപ്പോൾ ഹൈക്കോടതി വളരെ കർശനമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള രീതിയിലാണ് ADGPക്കെതിരായിട്ട് കോടതിയുടെ വിമർശനം വെച്ചത്. കാരണം കോടതി ഉത്തരവ് ലംഘിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ആയിത്തീരുന്നു. എങ്ങനെയാണ് പിന്നെ ഇവിടെ നീതിന്യായ നിർവഹണം എന്ന് പറയുന്നത് സാധ്യമായി തീരുക?
അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലെ കാര്യം നീങ്ങിക്കൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെയാണ് തിരുവനന്തപുരത്ത് അദ്ദേഹം പണിതുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വീട് എന്ന് പറയുന്നത് അനധികൃത സമ്പാദനത്തിൻ്റെ ഫലമാണ് എന്ന ആരോപണം അതും കോടതിയുടെ മുന്നിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഒറിജിനൽ കോടതിയിൽ ഹാജരാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാ മേഖലയിലുമുള്ള എല്ലാ നേതാക്കളും എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും കോടതിയിലെ ജഡ്ജിയും ഒക്കെ അജിത് കുമാർ എന്ന് പറയുന്ന ഒരു തരികിടയാണ് എന്ന് സംശയിക്കുന്ന തരത്തിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒറിജിനൽ കൊണ്ടുവരൂ എന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മളുടെ മുന്നിൽ ഇത്തരം വിഷയങ്ങൾ നിൽക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഒരു ഇടതുപക്ഷ സർക്കാർ എന്തിനാണ് ADGP അജിത് കുമാർ എന്ന് പറയുന്ന ഈ ഫ്രോഡിന് ചുമന്നിട്ട് നടക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഒന്ന്, ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയ നിലപാടെടുത്ത വ്യക്തിയാണ് അദ്ദേഹം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആരോപണം എന്ന് പറയുന്നത്. കാരണം പോലീസ് സേനയിൽ RSSന് അമിതമായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ പറ്റുന്ന തരത്തിൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അതേപോലെ തന്നെ സുരേഷ് ഗോപി തൃശ്ശൂർ മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ വിജയം ഉറപ്പാക്കുന്ന തരത്തിൽ അവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ കലുഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക തൃശ്ശൂർ പൂരം കലക്കിക്കൊണ്ട്. ഈ പൂരം കലക്കി എന്ന് പറയുന്ന പ്രത്യേക ആരോപണം എന്ന് പറയുന്നത് അതിശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ആരോപണമാണ് ശരിക്കും പറഞ്ഞത്. ആ രാഷ്ട്രീയ ആരോപണം ഇയാളുടെ മേൽ പതിച്ചിട്ട് അന്വേഷണം നടത്തിയിട്ടൊക്കെ ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നില്ല? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അടുത്ത നമ്മുടെ പ്രമുഖനായിട്ടുള്ള DGP നിശ്ചയിക്കാൻ, എന്ന് വെച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥന്, സംസ്ഥാനത്തിൻ്റെ പോലീസ് ചീഫിനെ നിശ്ചയിക്കാനായിട്ടുള്ള ലിസ്റ്റ് കൊടുത്ത സമയത്ത് ആ ലിസ്റ്റിലും അജിത് കുമാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ പേര് വെട്ടി. അങ്ങനെയാണ് അദ്ദേഹം ലിസ്റ്റിൽ നിന്ന് പുറത്തായത്. അതിനുശേഷമാണ് റാവഡ ചന്ദ്രശേഖരനെ കേരളത്തിൻ്റെ പോലീസ് ചീഫായിട്ട് സർക്കാർ നിയമിക്കുന്നത് എന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് ADGP അജിത് കുമാറിനെ ഇത്തരത്തിൽ സംരക്ഷിച്ച് പൊതിഞ്ഞു കെട്ടി പിണറായി വിജയനും അതുപോലെ ഇടതുപക്ഷ സർക്കാരും മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യത്തിനേക്കാൾ ഉപരിയായി ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്നുവെച്ചാൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ മലീമസമാക്കുന്ന ഒരു കാക്കിധാരിയായി ഇദ്ദേഹം മാറിയിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, ഏറ്റവും അവസാനമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ട്രാക്ടർ സഞ്ചാരം പോലും അത് ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് നീതിന്യായ വ്യവസ്ഥയുടെ സ്ഥിതി? വളരെ പരിതാപകരമാണ്. അപ്പോൾ ഈ പരിതാപകരമായിട്ട് നമ്മളുടെ പോലീസ് നീതിന്യായ വ്യവസ്ഥയെ മുഴുവനും മാറ്റി തീർക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇദ്ദേഹത്തെ ഇനിയും എന്തിനാണ് ചുമന്നുകൊണ്ട് നടക്കുന്നത്? അതാണ് എല്ലാവരും വളരെ ഒച്ചയിൽ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം. പിണറായി വിജയൻ അത് കേൾക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.